നടക്കാവ്. നമുക്കത് അവരുടെ ചോദിക്കാം. ചേട്ടാ ഇതെന്താ സംഭവം? ഇത് പാർട്ടിന്റെ വിജയത്തിന് വേണ്ടി ഇന്നെ കൊണ്ട് കഴിയുന്ന സംഗതി ചെയ്യാം. ഇത് വരച്ചോടത്തോളം എന്റെ പാർട്ടി ജയിച്ചിട്ടുണ്ട്. അതിനൊരു തോൽവി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഒരു കൗൺസിലർ മാത്രം. അത് പാലം വലിച്ചതാണ്, അല്ലാത്തൊന്നും. എം സ്വരാജ് എന്ന് പുറകിൽ എഴുതിയിട്ടുണ്ട്. അരിവാൾ ചുറ്റിക നക്ഷത്രം വരച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ചിഹ്നം രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ, ഈ ചിഹ്നം എങ്ങനെ ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിക്കുക, അതാണ് ലക്ഷ്യം. അതെ, പരമാവധി. എന്റെ പേരെന്തോ? അലൗഡ. നിലമ്പൂര്. ആദ്യമായിട്ടാണ് ഈ പരിപാടി? അല്ലല്ല, മൂന്നാമത്തെ. നേരത്തെ അൻവറിനായിരുന്നോ? ആ പേര് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല, പരനാറി. അപ്പൊ അൻവറിനായിരുന്നു. അതെ. അപ്പൊ ആ സമയത്ത് ഓട്ടോറിക്ഷ ആയിരുന്നു. ഇപ്പൊ അരിവാളായി. ഞങ്ങളെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിലൊരു പരനാറിയുമുണ്ട്. എന്തായാലും അൻവർ ഈ തെരഞ്ഞെടുപ്പ് ഫാക്ടറാവോ? ഒരിക്കലും ഉണ്ടാവില്ല. സ്വരാജ് ജയിക്കും. സ്വരാജേ ജയിക്കും. എത്ര വോട്ട് എന്ന് പറയുന്നില്ല, ജയിച്ചിരിക്കും. അല്ലെങ്കിൽ ഇത്രയും പ്രവർത്തകർ അധ്വാനം വെറുതെ ഈ പെയിന്റ് അടിക്കാനുള്ള ഐഡിയ ചേട്ടനെ തോന്നിയതാണ്. അത് സ്വന്തമായിട്ട് തോന്നിയത്. ആരും സമ്മർദ്ദമല്ല, എന്റെ ഇഷ്ടത്തിൽ. എന്തായാലും 1, 2, 3, 4 പുറകിലും 5, 6 അല്ലേ, ആകെ 7 അരിവാൾ ചുറ്റിക നക്ഷത്രം വരച്ചു വെച്ചിട്ടുണ്ട്. ഒപ്പം എം സ്വരാജിനെ വിജയിപ്പിക്കാമെന്ന് നമ്മൾ ഈ പ്രചരണത്തിൽ ചുവരെഴുത്ത് കണ്ടിട്ടുണ്ട്, ഫ്ലക്സർ കണ്ടിട്ടുണ്ട്, പോസ്റ്റർ കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ ശരീരത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം വരച്ചു വെച്ചിരിക്കുന്നത്. ഉറപ്പിക്കുവാണ് സ്വരാജ് ജയിക്കും. സ്വരാജ് എന്തായാലും ജയിക്കും. എന്തായാലും 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം സ്വരാജ് ജയിക്കും. എന്തായാലും ഈ LDF ക്യാമ്പിനൊപ്പമാണ് ഞാനുള്ളത്. ഇവിടെ വന്ന് സ്വരാജ് ജയിക്കുമോ എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. എങ്കിലും വെറുതെ അവർ ചോദിച്ചു പോവുകയാണ്. എന്തായാലും വലിയ ആവേശത്തിലാണ് പ്രവർത്തകരൊക്കെ തന്നെ ഉള്ളത്. നിലവിൽ ഈ നിലമ്പൂരിലേക്ക്, മഹാറാണി ജംഗ്ഷനിലേക്ക് ഈ പ്രവർത്തകരെല്ലാം തന്നെ ഒഴുകിയെത്തി. എങ്ങനെയുണ്ട് ഇലക്ഷൻ? സൂപ്പറാണ്. സ്വരാജ് ജയിക്കും. എത്ര വോട്ട് ജയിക്കും? ഒരു 10,000 കീപ്പെട്ട്. 10,000 താഴെ ഭൂരിപക്ഷത്തിന്. നേരത്തെ നിങ്ങൾ ചേട്ടനെ കണ്ടായിരുന്നോ? അരിവാൾ ചുറ്റിക നക്ഷത്രം പടമൊക്കെ വരച്ച് ചേട്ടനെ കണ്ടോ? കണ്ടു. ഇവിടെ സ്ഥലമുണ്ട്, വേണേ ഇവിടെ വരയ്ക്കായിരുന്നു. അതിൽ ചേട്ടാ സ്വരാജ് ജയിക്കും. സ്വരാജ് തന്നെ ജയിക്കും. ഞാൻ കോഴിക്കോട് നിന്ന് ഇവിടെ വന്നതാ. കോഴിക്കോട് നിന്നാ സ്വരാജ് തന്നെ ജയിപ്പിക്കാൻ വേണ്ടി വന്ന. പ്രചാരണത്തിന് വന്നാണ് കുട്ടികളത്തിന് വേണ്ടി ഉല്ലാസം കാണാൻ വേണ്ടിട്ട് വന്ന. കുട്ടികളെ കാണാൻ വേണ്ടി ഉറപ്പിക്കുന്നു സ്വരാജ്. അത് കാണാൻ വേണ്ടിട്ട് വന്ന്. അൻവർ പ്രശ്നം ഉണ്ടാക്കോ? ഒരു പ്രശ്നം ഉണ്ടാക്കൂല. സ്വരാജ് ഈസിയായിട്ട് ജയിക്കും. എത്ര വോട്ട്? ഒരു 10. എന്തായാലും നേരത്തെ കോഴിക്കോട് നേരത്തെ ഒറ്റപ്പാലത്ത് നിന്ന്, തൃശ്ശൂരിൽ നിന്ന്, അങ്ങനെ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും ആൾക്കാരൊക്കെ ഇവിടേക്ക് എത്തിച്ചേരുന്നു. ചേട്ടാ സ്വരാജ് ജയിക്കും. 100%. എത്ര വോട്ട്? ഒരു 10,000-അടുത്ത് ഭൂരിപക്ഷം നേടി സ്വരാജ് നിലമ്പൂർ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കും. ആണോ? അൻവർ പ്രശ്നമൊന്നുമില്ല. അൻവർ ഞങ്ങൾക്ക് ഒന്നുമല്ല. ചൗക്കത്തിൽ ഞങ്ങൾക്ക് ഒന്നുമല്ല. സ്വരാജ് തന്നെയാണ് 100% വോട്ട്. അതിലും സ്വരാജ് ജയിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും LDF ക്യാമ്പിനൊപ്പം പണിയാനുള്ളത്. കാരണം അവർ വലിയ ആവേശത്തിലാണ്. നമുക്ക് ഈ കൊടികൾ കാണാം. INL-ന്റെ കൊടിയുണ്ട്, CPM-ന്റെ ഉണ്ട്, CPI-യുടെ ഉണ്ട്, അവരുടെ ഘടകകക്ഷികളിലൊക്കെ തന്നെ കൊടികളൊക്കെ ഉണ്ട്. എങ്ങനെയൊക്കെ ഈ പ്രചാരണം, ഈ ആഘോഷം കളറാക്കാൻ കഴിയും? കാരണം 23 ദിവസം അവർ വീട് കയറി ഓരോരോ സ്ഥലങ്ങളിൽ ഫ്ലക്സ് വെച്ച് പോസ്റ്റർ ഒട്ടിച്ച് അവരുടെ അധ്വാനം അത് വലിയ രീതിയിൽ ചെലവാക്കിയതാണ് സ്വരാജിന്റെ വിജയത്തിന് വേണ്ടി. അത് അവസാന നിമിഷം കൊട്ടിക്കലാശത്തിന്റെ രൂപത്തിൽ ഇവിടെ ആഘോഷിച്ച് അതിമറക്കാനാണ് പോവുകയാണ്. ഇനിയുള്ള മണിക്കൂറുകൾ നിലമ്പൂരിനെ സംബന്ധിച്ച് അത് ജനാധിപത്യത്തിന്റെ മഹോത്സവമാകാൻ പോവുകയാണ്. ജനാധിപത്യത്തിന്റെ ഉത്സവം ഇതാ ഇവിടെ തുടങ്ങുകയാണ്. കൊട്ടിക്കലാശിന്റെ എല്ലാ ഒരുക്കങ്ങളിലേക്കും ഔദ്യോഗികമായ സമയം എന്ന് പറയുന്നത് 4 മണിയാണെങ്കിൽ കൂടി അതിന് മുൻപ് തന്നെ, മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ആദ്യം എത്തുന്നത് BJP-യുടെ സ്ഥാനാർത്ഥിയായിരുന്നു. അതിനുശേഷം സ്വരാജ് എത്തി. ചൗക്കത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ളത്. ചൗക്കത്തെ നിമിഷമെത്തും. നേരത്തെ അറിയിച്ചനുസരിച്ചാണ് കരുളായി കഴിഞ്ഞു ചൗക്കത്ത് നേരത്തെ ഒരു അരമണിക്കൂറിൽ തന്നെ ഈ പോയിന്റിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് ചൗക്കത്തിനെ കാണാൻ കഴിയുന്നില്ല. കാരണം